അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം വിരൽത്തുമ്പിൽ എത്തിച്ചേരുന്നു. ഒരു ക്ലിക്കിൽ അറിവും സൗകര്യവും നമ്മളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ വെളിച്ചത്തിനോടൊപ്പം ഇരുട്ടും ഉണ്ടെന്ന സത്യത്തെ നാം മറക്കാൻ പാടില്ല. അതിന്റെ പേരാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. വർത്തമാന കാലഘട്ടത്തിൽ എന്നും നിരവധി സൈബർ തട്ടിപ്പുകളുടെ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ അതാ ഒരു കുടുംബം ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടപ്പെടുന്നു. മറ്റൊരിടത്തോ ഒരു വിദ്യാർത്ഥിനി സോഷ്യൽ മീഡിയയിൽ അപകീർത്തിക്കിരയാകുന്നു. മറ്റൊരു ഭാഗത്തോ ഒരു സമൂഹം വ്യാജ വാർത്തകളാൽ വിഭജിക്കപ്പെടുന്നു. ഇതാണ് നാം നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു, സൈബർ ബുള്ളിയിങ്ങിലൂടെ അനവധി യുവാക്കളാണ് വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്നതെന്ന്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തട്ടിപ്പുകൾ കോടികളുടെ നഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും അവകാശം സംരക്ഷിക്കാനാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാതിലി തുദ്ലാ ബിഹാ ഇലൽ ഹുക്കാമി ഫയഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. നിങ്ങൾ പരസ്പരം അന്യായമായി ആക്രമിക്കരുത്, അന്യായമായി സമ്പത്ത് തിന്നുകളയരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു. ഓരോ മുസ്ലിമിന്റെയും രക്തത്തിനും മാനത്തിനും സമ്പത്തിനും ഹാനി വരുത്തുക എന്നത് നിഷിദ്ധമാണ്. അതായത് ഹാക്കിംഗ്, തട്ടിപ്പ്, അപകീർത്തി, വ്യാജ വാർത്ത ഇവ ഇസ്ലാമികപരമായി മഹാപാപമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ടെക്നോളജി അത് നല്ലതിന് മാത്രമായി ഉപയോഗിക്കുക. കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെയും ഓൺലൈൻ സുരക്ഷിതത്വത്തിൽ നിന്നും ബോധവൽക്കരിക്കുക. സംശയപരമായ മെസ്സേജുകളോ ലിങ്കുകളോ തുറക്കാതിരിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, വതആവനു അലൽ ബിർരി ബിത്തഖ്വ വതആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ സഹകരിക്കൂ, ദുഷ്പ്രവർത്തികളിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കുക. ഒരു അമർത്തലിൽ ലോകം തന്നെ തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അതേ വിരലിന്റെ അമർത്തലിൽ ഒരു വ്യക്തിയുടെ ജീവിതവും അടച്ചുപൂട്ടപ്പെടുകയുണ്ടെന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് ബോധവൽക്കരണവും സാമൂഹിക ബോധവും ആത്മീയ മൂല്യവും നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് സൈബർ തട്ടിപ്പുകളുടെ ഇരുട്ടുമാരി വെളിച്ചം നിറഞ്ഞൊരു സമൂഹം നമ്മളിൽ ഉണ്ടാകൂ. നാഥൻ നമ്മെ നന്മയുടെ ആളുകളാക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടെ സീനിയർ പ്രസംഗ മലയാളം അവസാനിക്കുന്നു.